ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സാലഡാണ്, ടർക്കിഷ് സാലഡാണ്. ഈ സാലഡ് ആണെങ്കിൽ നമ്മൾ കബാബിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. കബാബിൻ്റെ കൂടെ എല്ലാവരും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് സുമാക്ക്. അതിൻ്റെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് സുമാക്ക് എന്നുള്ള ഒരു പൗഡറിന്. ഞാൻ ഇതിനു മുമ്പ് ഒരു ബീഫ് സീ കബാബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ആ കബാബിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്തത് ഈ സാലഡാണ്. ഈ സാലഡിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പാഴ്സലി എടുത്തിട്ട് നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നീട് വേണ്ടത് 2 സവാളയാണ്. അപ്പോൾ അതിൽ ഒരു സവാള ഞാൻ ഇപ്പോൾ എടുത്തിട്ട് നീളത്തിൽ കനം കുറച്ചാണ് അരിയേണ്ടത്. അരിഞ്ഞ ശേഷം ആ സവാള നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അരിഞ്ഞ സവാളയും ഈ ബൗളിലേക്ക് ഇടാം. ഇത് രണ്ടാമത്തെ സവാളയാണ്. ഇത് മീഡിയം സൈസുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു ടൊമാറ്റോ വേണം. ടൊമാറ്റോ ഇതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി സാലഡിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇതാണ് ആ സുമാക്കിൻ്റെ പൗഡർ. ഇതിങ്ങനെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഈ മനാക്കിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്ന മനാക്കിഷിൻ്റെ സാത്തറിൻ്റെയൊക്കെ മിക്സിലുള്ളതാണ്. അതിനകത്ത് ആ ഒരു പ്രത്യേക പുളിരസമാണ് ഈ സുമാക്കിൻ്റെ ഈ പൗഡറിനുള്ളത്. സുമാക്ക് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നീട് ആവശ്യത്തിനോട് ഉപ്പ്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയും ഉപ്പും അതുപോലെ സുമാക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. ഇപ്പോൾ നമ്മൾ ചുമ്മാതെ ഒരു സാലഡ്, ഈ ഒരു ബൗൾ ഫുൾ സാലഡ് കഴിച്ചാൽ മതി, നമ്മുടെ വയറ് നിറയും.